നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഒട്ടേറെ അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരങ്ങൾ എല്ലാവരും യോജിച്ച് നിന്ന് നവീനമായ ആശയങ്ങൾ നടപ്പിലാക്കി വരുന്നതിൻ്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലും നമ്മൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ഒരു അഭിപ്രായം എല്ലാ മേഖലകളിൽ നിന്നും വരുന്നുണ്ട്. നമ്മളൊരു ഹൗസ് ബോട്ടിൽ തുടങ്ങിയതാണ്, പക്ഷേ നമ്മൾ കൂടുതൽ പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രയാസം വന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ടൂറിസം വകുപ്പ് ഹെലികോപ്റ്റർ സഞ്ചാരം എങ്ങനെ ഫലപ്രദമായി കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആലോചന നടത്തിയത്. ഒരു ഹെലി ടൂറിസത്തിൻ്റെ കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പൊതുവെ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയുടെ ഭാഗമായി ഈ മേഖലയിലുള്ള ഇൻഡസ്ട്രിയിലുള്ളവരുമായി ചർച്ച ചെയ്തു. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നവരുണ്ട്. അതല്ലാതെ നമുക്ക് ഹെലിപാഡുകളിലുള്ള സ്ഥലങ്ങളുണ്ട്, പുതിയ ഹെലിപാഡുകളുടെ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കോർത്തിണക്കി ഒരു നയം തന്നെ ഇതിൽ വേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായി ചർച്ച ചെയ്തു. എല്ലാവരും വളരെ പോസിറ്റീവായി ഇത് സംസ്ഥാനത്ത് എല്ലാ നിലയിലും ഗുണകരമാണെന്ന് കണ്ടു. അതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ കൂടി ചർച്ചയ്ക്കൊക്കെ ശേഷം ഇന്ന് മന്ത്രിസഭയിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഒരു ഹെലി ടൂറിസം നയം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം അറിയിക്കുകയാണ്. ഹെലി ടൂറിസം നമുക്ക് കേരളത്തിൽ എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്താനാകും. ക്യാബിനറ്റ് തന്നെ അതിന് അപ്രൂവൽ തന്നതോടുകൂടി അത് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിലയിലും ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന സ്ഥിതി ഉണ്ടാവും. നേരത്തെ നമ്മൾ സീപ്ലെയിനെ കുറിച്ചുള്ള ചർച്ചയും അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഹിസ്റ്ററിയും ഒക്കെ എല്ലാ നിലയിലും പരിശോധിച്ചാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹെലി ടൂറിസം പോളിസി ഗവൺമെൻറ് അംഗീകരിച്ചു എന്നുള്ള സന്തോഷവിവരം നിങ്ങളെ അറിയിക്കുന്നത്. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതൊക്കെ വിവാദമായ നാടാണ് കേരളം. അതെ, നമുക്ക് എല്ലാ നിലയിലും ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ കുറേ ഹെലിപാഡുകളുടെ സാധ്യതയുള്ള സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കൂടുതലുള്ളത് തെക്കൻ കേരളത്തിലാണ്. അപ്പോൾ അത് മലബാറിൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും അതിൻ്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തി അവിടെ അതൊക്കെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്കി നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഹെലിപാഡുകളാക്കി മാറ്റി അവിടെ ടൂറിസ്റ്റുകൾക്ക് കൂടി വരാൻ പറ്റുകയും ടൂറിസ്റ്റുകൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റുകയും ചെയ്യുന്ന നിലയിൽ ഡിസൈൻ ചെയ്ത് മാറ്റി തീർത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പെട്ടെന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് കേരളത്തിൽ രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഇത്തരം സംവിധാനങ്ങൾ സാധിക്കും. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇത് ഏറെ പോസിറ്റീവായൊരു കാര്യമാണ്. അതിന് കൂടെ നിന്ന് എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ചില ഹെലിപാഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയാണ്. പക്ഷെ അത് മൊത്തത്തിൽ കേരളത്തിലാകെ ആക്കേണ്ടതുണ്ട്. ഇവിടെ തന്നെ ഈ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്, പ്രധാന ഇടങ്ങളാണ്. അതിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ പറയുന്നില്ല, അത് വിശദമായിട്ട് നിങ്ങൾക്ക് തരും. പ്രധാന ഇടങ്ങളാണ്. അവിടെ ഇത് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് നടത്താൻ ഇപ്പോൾ തന്നെ ആളുകൾ തയ്യാറാണ്. അവരെയും കൂടി കോർത്തിണക്കി മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയ ഒരു ഫെസിലിറ്റേറ്ററുടെ റോളിൽ ഗവൺമെൻറ് ഇതിന് നേതൃത്വം കൊടുക്കും.